നിരീശ്വരവാദിക്ക് എന്ത് ഹോപ്പാണുള്ളത്? വിശ്വാസിക്ക് ഇവിടെ ഹോപ്പുണ്ട്. ഞാൻ ജീവിക്കുന്നത് ചെറിയ തുള്ളിയായ ഇഹലോകത്താണ്, എനിക്കൊരു സമുദ്രമായ പരലോകം വരാനുണ്ട്. ആ പ്രതീക്ഷയിലാണ് അവൻ ജീവിക്കുന്നത്. നിരീശ്വരവാദിയോ, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു, ഈശ്വരൻ അവനില്ല, അവന് പരലോകമില്ലെങ്കിലോ അവൻ്റെ മനസ്സിൽ എന്താണ്? ഇവിടെ മൊത്തം പ്രയാസങ്ങൾ, ഞാൻ എന്തിന് ജീവിക്കണം? എനിക്ക് ജീവിതം അവസാനിപ്പിക്കലല്ലേ ഏറ്റവും നല്ലത്? എൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഞാൻ എന്തിന് ജീവിക്കണം? ജീവിക്കാനുള്ള ഊർജ്ജമോ പ്രതീക്ഷയോ പോലും നൽകാത്ത ഒരാശയമായി നിലനിൽക്കുന്നു. മതമോ, നിനക്ക് വലിയ നന്മ വരാനുണ്ട്. അവിടെയാണ് പടച്ചവൻ നന്മ പൂർത്തീകരിക്കുന്നത്. ഈ ലോകത്ത് എന്തുകൊണ്ട് പടച്ചവൻ പ്രയാസങ്ങൾ അനുഭവിച്ചു തന്നിരിക്കുന്നു? പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാവാനാണ് അവൻ്റെ തീരുമാനം. അങ്ങനെ ഉണ്ടെങ്കിലേ അർഹരായിട്ടുള്ള സ്വർഗ നരക അവകാശികൾ അവന് കണ്ടെത്തുന്ന ആ പ്രക്രിയ അവൻ പൂർത്തീകരിക്കൂ. അതിനുവേണ്ടി അവൻ ഒരുക്കിയ ഈ ലോകം, അത് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു, ചൂരൽമലയിൽ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട രണ്ട് മനുഷ്യരെടുക്കുക. രണ്ട് മനുഷ്യർ, ഒരാൾ ഈശ്വരവിശ്വാസിയാണ്, ഒരാൾ നിരീശ്വരവാദിയാണ്. ഇതിൽ രണ്ടുപേരുടെയും കുട്ടി മരണപ്പെട്ടു. ആർക്കാ പ്രതീക്ഷയുള്ളത്? ആർക്കാ തുടർ ജീവിതത്തിന് സാധിക്കുക? ഈശ്വര വിശ്വാസിക്കാണ്. കാരണം എന്താ? അവനറിയാം ഈ പ്രയാസത്തിന് എനിക്ക് പകരം ഒരു പ്രതിഫലം ലഭിക്കാനുണ്ട്, ശാശ്വതമായൊരു ജീവിതം വരാനുണ്ട്, അറ്റമില്ലാത്തൊരു ലോകം വരാനുണ്ട്. ഈശ്വരൻ നിഷേധിക്കോ, നിരീശ്വരവാദിക്കോ, എൻ്റെ എല്ലാം കഴിഞ്ഞു, ഞാൻ എന്തിനു ഇവിടെ ജീവിക്കണം? എനിക്കിതിന് പകരം നൽകാൻ ആരുണ്ട്? ആരുമില്ല. പകരം നൽകാനോ, നീതി സംസ്ഥാപിക്കാനോ, നീതി നടപ്പിലാക്കാനോ, ആത്യന്തികമായ നന്മ നടത്താനോ ആരുമില്ല. അവൻ അത്യന്തികമായി നിരാശയിലേക്ക് പോകും. അതുകൊണ്ടാണ് നിരീശ്വരവാദികളുടെ പല പഠനങ്ങളിലും അവർക്ക് വിഷാദം, ഡിപ്രഷൻ കൂടുന്നതായിട്ട് കാണാൻ കഴിയുന്നത്, സൂയിസൈഡ് ടെൻഡൻസികൾ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. അവിടെ പരലോകവും ദൈവവും ഒരു മനുഷ്യനെ ഏറ്റവും മനോഹരമായി ഈ ലോകത്ത് ജീവിക്കാൻ മാനസികമായും പൊതുവായും സഹായിക്കുന്നു എന്നുള്ളതാണ്.